എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച മാർച്ച് 14-ാം തീയതി. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. കർത്താവേ, ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ അഭയം. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ മുട്ടുകുത്തി അങ്ങേ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ എല്ലാ അങ്കലാപ്പുകളും ഇന്നത്തെക്കുറിച്ചുള്ള ആശങ്കകളും പ്രതീക്ഷകളും കർത്താവേ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കാൻ വേണ്ടി അങ്ങ് നൽകിയ അവസരമാണിത്. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഇന്ന് യാത്രയാകുന്ന ദിക്കുകൾ, ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികൾ, ഞങ്ങൾ ഇടപഴകുകയും ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ, സംരംഭങ്ങൾ, ഓരോ തരത്തിലുള്ള നിയോഗങ്ങൾ എല്ലാം കർത്താവേ നിന്റെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതം നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്കറിയാമെങ്കിലും അത് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ സമർപ്പിച്ച് നിൻ്റെ ഉടമസ്ഥതയിലാക്കുന്നു. കർത്താവേ, ഗർഭിണികളെ, രോഗബാധിതരുടെ ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാതുരമായ കുടുംബങ്ങളിലെ കിടപ്പിലായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തികമായ ക്ലേശങ്ങൾ നാട്ടിൽ കൂടുതൽ വരികയാണ് ഈശോയെ. ഒത്തിരിയേറെ പണ്ട് ദാരിദ്ര്യമില്ലാഞ്ഞ കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ കർത്താവെ ദാരിദ്ര്യത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി ഈശോയെ. അങ്ങനെയുള്ളൊരു വിപത്തിലേക്കാണ് ഞങ്ങൾ യാത്രയാകുന്നത്. കർത്താവ്, ഞങ്ങളുടെ രാജ്യത്തെ എല്ലാവിധ തിന്മകളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ലോകത്തെ തന്നെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. അപകടങ്ങൾ,
അതുപോലെ ലഹരിയുടെ അമിതമായ ഉപയോഗവും മിതമായ ഉപയോഗവും എന്തുപയോഗമായാലും ചെയ്യും കർത്താവേ. അങ്ങനെ മക്കളുടെ ജീവിതം തകർക്കുന്ന, കുടുംബത്തെ തകർത്ത് കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്ന പൈശാചിക തിന്മകളിൽ നിന്ന് കർത്താവെ ചേർത്ത് തോൽപ്പിക്കാൻ ആവശ്യമായ ഇച്ഛാശക്തി അങ്ങനെ സമൂഹത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലേർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ, പോലീസുകാർ, സഭയുടെ അംഗങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ, അങ്ങനെയുള്ള എല്ലാവരും ആരെല്ലാം ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നു അവർക്കെല്ലാം കർത്താവെ ശക്തിയും കർത്താവ് ഐക്യവും നൽകി കർത്താവ് ഇതിനെ നാടിൻ്റെ തിന്മയായി, സമൂഹ തിന്മയായി, രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുന്ന എല്ലാ ഛിദ്രശക്തികളെയും കർത്താവെ നിഹനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല വിഷയങ്ങളും കർത്താവ് നഷ്ടപ്പെട്ടു പോയ പണമുണ്ട്, നഷ്ടപ്പെട്ടു പോയ വ്യക്തികളുണ്ട്, നഷ്ടപ്പെട്ടു പോയ ആധാരങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോയ രേഖകളുണ്ട്. അതെല്ലാം തിരികെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരവിടെ ജീവിതം എന്തെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടാൽ അതോടുകൂടി ജീവിതം ഇങ്ങനെ സഡൻ ബ്രേക്ക് അടിച്ച പോലെ നിന്നു പോയവരുണ്ട് ഈശോയെ. മരവിച്ചു പോയ ജീവിതങ്ങൾ അവരെല്ലാം അങ്ങ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധശക്തിയാൽ നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരികെ നൽകുകയും കർത്താവ് നിങ്ങളുടെ നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ കർത്താവ് എല്ലാം ഐക്യപ്പെടുത്തുകയും പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഞാൻ ചിലപ്പോൾ നിങ്ങളൊക്കെ പറയാറുണ്ട്, എനിക്ക് 4 വയസ്സ് മുതൽ ആധ്യാത്മിക ജീവിതമുള്ള ഒരാളാണ് ഞാൻ. കാരണം 4 വയസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ ഈശോനെ സ്വപ്നം കാണുന്നത്. അപ്പോൾ നല്ല കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീടാണ്. അപ്പനും അമ്മയും 2 മക്കളൊക്കെ ഉള്ളത്, അത്രയേ ഉള്ളൂ വീട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതം, പിന്നെ പള്ളി ജീവിതം ഒക്കെ ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ആധ്യാത്മിക വിശ്വാസമാണ്. ഒരു തേങ്ങയും കൊണ്ട് കടയിൽ പോകുമ്പോഴും പോയി ഞാൻ പോയി കർത്താവിൻ്റെ മാലാഖ ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ അന്ന് മുതലേ ദൈവത്തിനെ അറിയാം, ദൈവത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് അറിയാം, ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ രീതികളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് നല്ല കോൺഫിഡൻസാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ടപ്പോൾ മുതൽ ഈ കോൺഫിഡൻസ് ഇരട്ടിയായി. നല്ല പരാജയം, ചില ഉദ്യമങ്ങൾക്ക് പരാജയം ഉണ്ടായാലും പരാജയം ആ വിഷയങ്ങൾക്കേ ഉണ്ടാകത്തുള്ളൂ, ദൈവത്തിന് പരാജയം ഉണ്ടാകത്തില്ല. കാര്യം എന്താ? ദൈവത്തെ ഓൾറെഡി നമ്മൾ അനുഭവിച്ചതല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ആധ്യാത്മികം നൽകുന്ന ആന്തരികമായ ഒരു ആത്മശക്തിയുടെ ആധാരമായി വരുന്ന ആത്മവിശ്വാസമുണ്ട്. അത് ഭയങ്കര സംഭവമാണ്. അത് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഉദ്ദേശം, ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്. നല്ല ആന്തരികമായ ആത്മവിശ്വാസം. അടയാളങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, എല്ലാത്തിനും അടയാളം ഉണ്ടാകും. അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുമെന്നല്ല കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കണത്. മർക്കോസിൻ്റെ സുവിശേഷത്തെ 16:20 അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ അടയാളങ്ങൾ കൊണ്ടേ നമ്മുടെ മനസ്സിലിരിപ്പ് സ്ഥിരീകരിക്കുകയല്ല, വചനം സ്ഥിരീകരിക്കും. അപ്പം എൻ്റെ അർത്ഥം എന്താ? ഓരോ വചനവും സ്ഥിരീകരിക്കേണ്ടതാണ്. അപ്പം വചനം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ദൈവം അടയാളം കാണിക്കുന്നത്. ദൈവം സ്ഥിരീകരിക്കുന്നത് വചനത്തിൽ അതിന് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ. ഇപ്പം ഈ അടയാളങ്ങളുടെ എല്ലാത്തിൻ്റെ പിന്നിൽ വചനത്തിൻ്റെ പ്രൊവിഷൻ വേണം. അതെല്ലാം ആ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, ആ വചനത്തിൻ്റെ സാധ്യത നിറവേറാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ വിഷയം നിറവേറും. കാര്യം എന്താണ്? കർത്താവ് അടയാളം കൊണ്ട് ആ വചനം സ്ഥിരീകരിക്കും. ഉദാഹരണത്തിന് ലൂക്ക 21:1-2 എടുത്തേ. അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് തുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, അതാണ് അവൻ നോട്ട് ദ പോയിന്റ്. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ഈ ഏറ്റവും ആധ്യാത്മിക ജീവിതം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും റിസ്ക് എന്താണെന്നറിയാമോ? റിസ്ക് പിടിച്ച പരിപാടിയാണതേ. അങ്ങനെ ഏറ്റവും റിസ്ക് എന്ന് പറയുന്നത് ദൈവത്തെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ദൈവത്തെ വിശ്വസിക്കുന്ന റിസ്ക് ഒന്നുമില്ല. പിശാചും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെ.
യാക്കോബ് 2:19 നമ്മൾ പറയത്തില്ലേ, ദൈവം ഏകനാണെന്ന് പിശാച് വിശ്വസിക്കണമെന്ന്. അപ്പം ദൈവത്തെ വിശ്വസിക്കണ റിസ്ക് പിടിച്ച പരിപാടിയല്ല, പക്ഷേ ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കണത് റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇപ്പം നമ്മൾ ആ ഈശോ ശ്രീഭണ്ഡാരത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ കുറേ ധനികന്മാർ വന്ന് വലിയ തുകകൾ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്ന ഈശോ കണ്ടു. പക്ഷേ ദൈവത്തിന് അതിൽ വിശ്വാസം തോന്നിയില്ല, ഈശോയ്ക്ക് അതിൽ വിശ്വാസം തോന്നിയില്ല. ആ ധനികരുടെ വലിയ സമ്പാദ്യങ്ങൾ കൊണ്ട് ശ്രീഭണ്ഡാരം നിക്ഷേപിച്ചുകൊണ്ട് ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. പക്ഷേ ഒരു സാധു വിധവ വന്നിട്ട് 2 ചില്ലിക്കാശ് ഇട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അവളിൽ വിശ്വസിച്ചു. അപ്പോൾ അത് റിസ്ക് ഫാക്ടറാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ആധ്യാത്മിക ജീവിതം പുരോഗമിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കണം നമ്മൾ. അതാണ് എൻ്റെ റിസ്ക്. നോൻപ് കാലത്ത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണത്. കാര്യം എനിക്ക് ഇന്ന് വെളുപ്പിനാണ് കർത്താവ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് ചൂടാറും മുമ്പ് നിങ്ങൾക്ക് കൈമാറുകയാണ്. കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാം റിസ്ക് ആണെന്ന്. ഇപ്പം ഉദാഹരണത്തിന് നമ്മളുടെ ഇയാളല്ലേ ഈ ബദനിയിലെ മറിയ, ലാസറിൻ്റെ പെങ്ങൾ മറിയയില്ലേ, ലാസ് ഉയർത്ത് കഴിഞ്ഞ് കർത്താവിന് വലിയൊരു വിരുന്നൊക്കെ ഒരുക്കിയില്ലേ, സുഗന്ധതൈലം കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങളൊക്കെ പൂശിയപ്പോൾ ശിഷ്യന്മാർ അവിടെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ പിറുപിറുക്കുന്നത് അവർക്ക് മനസ്സിലായി. ഈ ഇത്രയും കാര്യം 300 ദിനാറാണേ. ശിഷ്യന്മാർ വിചാരിക്കുക ചില സുവിശേഷങ്ങളിൽ യൂദാസിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും ഈ മത്തായി ശിഷ്യന്മാരെന്നാണ് പറയണത്. അപ്പോൾ ഈ അണ്ണന്മാർ യൂദാസിൻ്റെ സ്വഭാവമുള്ള അതേ ഈ ഒരു വിഷയത്തിൽ കർത്താവിനെ ഒറ്റപ്പെടുത്തി ശിഷ്യന്മാർ ഒറ്റക്കൈയായിരുന്നു. എന്താ കാര്യം? അത് യൂദാസ് അവരെ കൈകാര്യം ചെയ്തെന്ന് വേണം മനസ്സിലാക്കാൻ. കാശിൻ്റെ കാര്യം വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ഐക്യമായിപ്പോയി. ശിഷ്യന്മാരെന്നാ പറയണത്. അത് വായിച്ചേ മോളെ, 26:8. ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു എന്തിന് ഈ പാഴ്ചെലവ്, എന്തിന് ഈ വേസ്റ്റ്, ഈ സുഗന്ധ തൈലം നല്ല വിലക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇവർ ചോദിക്കുന്നത്? ഇത് യൂദാസ് ഇറക്കി വിട്ടൊരു എക്കണോമിക്സാണ് ശരിക്കും പറഞ്ഞാൽ. അത് മറ്റുള്ളവർ ബുദ്ധിപരമായിട്ട് ഏറ്റുപിടിച്ചാൽ ഭക്തിയില്ലാത്തൊരു ബുദ്ധി ഉണ്ടാവില്ല. അവൻ ബുദ്ധിപരമായിട്ട് യൂദാസ് ശരിക്കും ഒരു സെക്കൻഡിൽ യൂദാസ് ഇവരെല്ലാം കൈകാര്യം ചെയ്ത് കാണേണ്ടതുപോലെ കണ്ട് കൈകാര്യം ചെയ്ത് അവൻ്റെ ഐഡിയയിലേക്ക് ഇവന്മാർ മൊത്തം കൊണ്ടുവന്ന് നിർത്താം ശിഷ്യന്മാരെ. യൂദാസിൻ്റെ ഐഡിയ ആണിത്. പക്ഷേ ആ ഐഡിയ വളരെ റീസണബിളായിട്ട് അവതരിപ്പിച്ചപ്പോൾ അപ്പീലിംഗ് ആയിട്ട് മറ്റേ അണ്ണന്മാർക്കും തോന്നി. അണ്ണന്മാരെല്ലാം ഒരേ കൈയായിട്ട് പറയണം ഇതെന്ത് പരിപാടിയാണിത്. പാവത്തങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഈ പൈസ വിറ്റ് എന്തുകൊണ്ട് ഭണ്ഡാരത്തിൽ തന്നില്ല, ഇവിടെ കൊടുത്ത് തന്നില്ലെന്നാണ് ചോദിക്കണത്. ഈ കാലെ പുഴുക്കി ചുഴിച്ച് കളഞ്ഞതിന്. ഇത് ഇവന്മാരുടെ മനസ്സിൽ ഇരിപ്പിനെ കുറിച്ചൊക്കെ ഏറെക്കൊരു ഒരു ഐഡിയ. കാര്യം ഈ യൂദാസിനെ അണ്ണന്മാരൊക്കെ ഇപ്പം ആദ്യമായിട്ടും കാണുന്നതല്ല. മേരി പണ്ടേ കണ്ട പാർട്ടിയാണ് ഇവരൊക്കെ. കർത്താവ് എന്നെല്ലാം ലാസറിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. ഇവരെല്ലാവരും വരും. ഇവിടെയൊക്കെ ഓരോ സ്വഭാവവും മുഖഭാവവും എല്ലാം ഒരു രീതികളെല്ലാം കാണും. പക്ഷേ അതേസമയം തന്നെ മേരി എന്താ വിചാരിക്കണത്? പൊതുജനവും ശിഷ്യന്മാരുടെ അപ്പുറത്തേക്ക് തനിക്ക് തൻ്റെ ദൈവത്തോടുള്ള ആദരവ് കാണിക്കാനുള്ള ചങ്കൂറ്റല്ലേ, ഏറ്റവും കൂടുതൽ ചങ്കൂറ്റം കാണിക്കണത് മേരിയാണ്. അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് എന്ന് പറയണത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാനുള്ളതാണ് റിസ്ക്. മേരി കാര്യത്തിൽ വിജയിച്ചിരിക്കണം. കർത്താവ് പറഞ്ഞു അവൾ ചെയ്തത് ശരിയാണ്. ലോകത്തെവിടെയെങ്കിലും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുമെങ്കിൽ അവൾ ചെയ്ത കാര്യവും ആഗോദ്യം പ്രഘോഷിക്കപ്പെടുമെന്ന്. അപ്പോൾ ദൈവത്തെ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇന്ന് നോൻപ് കാലത്ത് നമ്മൾ ശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.